റഷ്യൻ കപ്പൽ ഇറാനിലെത്തി. ഇറാൻ അത് സ്ഥിരീകരിച്ചു, റഷ്യയും അത് സ്ഥിരീകരിച്ചു. എന്നാൽ ഇത് ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് എത്തിയത് എന്നതിനെക്കുറിച്ച് സ്ഥിരീകരണ വിവരങ്ങളൊന്നുമില്ല. റഷ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കാസ്പിയൻ കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെയും റഷ്യയുടെയും നാവിക പരിശീലനം തൊട്ടടുത്ത ദിവസം ഉണ്ടാവും, അതോടനുബന്ധിച്ചാണ് കപ്പൽ എത്തിയത് എന്നുള്ളതാണ്. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകൾ, അത് ഇസ്രായേലിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ പറയുന്നു, റഷ്യ ആയുധങ്ങൾ വഹിച്ച കപ്പലാണ് ഇറാനിലേക്ക് എത്തിച്ചത്. കാസ്പിയൻ കടലിടുക്കിൽ ഇത്രയും വലിയ ആയുധങ്ങൾ വിന്യസിച്ചുകൊണ്ട് എന്ത് പരീക്ഷണമാണ് നടത്താനുള്ളത് എന്ന് അവർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം എന്ന രീതിയിലാണ്. എന്നാൽ ഇതിന് റഷ്യ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യയും ഇറാനും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ്. ചൈനയും ഇറാനും തമ്മിൽ അങ്ങനെയാണ്. യുദ്ധത്തോടനുബന്ധിച്ച് 3 ഈ യുദ്ധവിമാനങ്ങൾ ചൈന ഇറാനിലേക്ക് പറഞ്ഞയച്ച വിവരം, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഡാർ സംവിധാനത്തെ പോലും തകർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചൈനയുടെ യുദ്ധവിമാനം എന്ന് പറയുന്നത് കാർഗോ വിമാനം എന്ന് പറയുന്നുണ്ട്. കാർഗോ വിമാനമാണെങ്കിലും അതിൽ ആയുധങ്ങളാണുള്ളത്. ആയുധങ്ങൾ നിറച്ച ആ വിമാനം ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന തരത്തിലുള്ള ആയുധ കൈമാറ്റങ്ങൾ നിരന്തരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനിലേക്ക് റഷ്യയുടെ കപ്പലെത്തിയിരിക്കുന്നത്. കാസ്പിയൻ കടലിടുക്കൊക്കെ അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് പറയുന്നു എന്നല്ലാതെ ഈ കപ്പൽ ആയുധമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.